ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായൊരു റീയൂണിയൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇതൊരു ജനറൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. മൈൻഡ് കാം ആൻഡ് ക്ലിയർ ആക്കി ഇരിക്കുക, പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കുക. ഓക്കെ. Eight of Swords, Sun card, Star card, Queen of Cups, Four of Pentacles, Page of Pentacles, Nine of Pentacles, Strength card, Six of Cups, Ace of Cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 of Swords ആണ് വന്നിരിക്കുന്നത്. ഓക്കെ. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി നോക്കുമ്പോഴത്തേക്കും നമുക്ക് 8 of Swords ആണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാണ്ട് സ്വയം നിങ്ങൾ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ നിങ്ങളങ്ങ് സെൽഫ് ലിമിറ്റായി പോയിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ട്ണറിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഡൗൺ ആണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി. അതായത് നിങ്ങൾ ഇമോഷണലി ട്രാപ്ഡ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ ഹാർഡ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജി നോക്കിയപ്പോഴത്തേക്കും സൺ കാർഡാണ് വന്നിരിക്കുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പോസിറ്റീവ് ആൻഡ് എനർജി ഉള്ളൊരു കാർഡാണ്. അപ്പോൾ നിങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ട്ണർ മൂവ് ഓൺ ആയി എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഹാപ്പി ഫേസിലൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്സും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോസിബിലിറ്റി റീയൂണിയൻ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹീലിങ്ങിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും കാർഡാണ്. ചെറിയൊരു ഹോപ്പുണ്ട്, പക്ഷേ നമുക്കിവിടെ ഹീലിംഗ് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആണ്, ഒരുപാട് നെഗറ്റീവാണ്. നിങ്ങളുടെ പാർട്ട്ണറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗൺ ആണ് നിങ്ങൾ. ഇവിടെ ഹീലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഹീലിങ്ങിന് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു റിയൂണിയൻ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഒരു ഹോപ്പാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹീലാകണം, നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യണം, ആ ഒരു ടൈമിങ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നൊരു മെസ്സേജാണ്. ആൻഡ് ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ക്വീൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് നിങ്ങളുടെ എനർജി നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ട് ആണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫൈനൽ ഔട്ട്കം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമോഷണലി വളരെ സ്റ്റേബിളായിട്ടും ആ ഒരു ഡീപ്പ് കണക്ഷൻസൊക്കെ അവർ വെക്കുന്ന ഒരു വ്യക്തിയായിട്ടും, അതായത് ക്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ പരിപാലിക്കാനും കെയർ ചെയ്യാനും അത്രയും നിങ്ങൾ ആ ഒരു സുപ്രീം ലെവലിൽ എത്തും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റിയും സെൽഫ് ലവ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്കമ്മിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ഒരു ഡീപ്പ് ലവ് കണക്ഷനൊക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ജേർണി നോക്കുമ്പോഴത്തേക്കും നമുക്ക് 4 of Pentacles വന്നിട്ടുണ്ട്. 4 of Pentacles ആ ഒരു ഹോൾഡ് ഓൺ ചെയ്തിരിക്കുക, അതായത് വിട്ടുകൊടുക്കാൻ അല്ലാത്ത ഒരു രീതിയിലാണ് നിങ്ങളുടെ ഇത് പൊയ്ക്കൊണ്ടിരുന്നത് റിലേഷൻഷിപ്പ്. ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അധികം ഈഗോ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം ആങ്കർ ഇഷ്യൂസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം. അങ്ങനെ അവരുടെ ആ ഒരു ഇമോഷൻസ് എക്സ്ട്രീമായിരുന്നു, അല്ലെങ്കിൽ അവർ തരാൻ തയ്യാറല്ലാത്തൊരു രീതിയിലാണ് അവർ ലാസ്റ്റ് നിങ്ങളെ വിട്ട് പോയിരിക്കുന്നത്. അതായത് അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരാണ്ടായി ലാസ്റ്റ്. അങ്ങനെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ വരെ എത്തിയത്. അതായത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് മൂവ്
അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ആരും രണ്ട് സൈഡിൽ നിന്നും ആരും ഫസ്റ്റ് ഇറങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ഈ ഒരു ബ്ലോക്കേജിന് മെയിൻ റീസണായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പേജ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്കൊരു ചാൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിക്കേഷന് ചെറിയൊരു ഹോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഈഗോയും ആങ്കറും ഇതൊക്കെ ഇമോഷൻസൊക്കെ റിലീസായിട്ട് ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷന് വരുന്നതായിട്ട് നമുക്ക് കാണാം. എന്തായാലും ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൂടെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക. അത് നിങ്ങൾക്ക് വേണമെങ്കിലും ആകാം. ഇപ്പോൾ ആർക്കാണ് ആ ഒരു അത്രയും ഈഗോ ഇഷ്യൂസും ആങ്കർ ഇഷ്യൂസും ഉള്ളതെന്ന് അറിയത്തില്ല. വിട്ടുകൊടുക്കാൻ ആരെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള ബ്ലോക്കേജ്. അപ്പോൾ ആ ബ്ലോക്കേജ് നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻഡക്കിൾസ് ആണ്. സോ അതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷത്തിൻ്റെയും അബൻഡൻസിൻ്റെയും പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. സോ ഈ ഒരു അപ്രോച്ചിന് ശേഷം നമ്മളിലേക്ക് ആ ഒരു ഹാപ്പിനെസ്സും സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഒരു എല്ലാം നമ്മൾ ഇമോഷണലി സ്ട്രോങ് ആകുകയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കുക ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആകുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ കറൻ്റ്ലി നിങ്ങളുടെ വീക്ക് ഫേസിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലെസൺസ് നിങ്ങളെ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങളെ കുറച്ചുകൂടെ മെൻ്റലി സ്ട്രോങ് ആക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. സെയിം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ആ ഒരു സ്പിരിച്വൽ ലെസണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസും ക്ഷമ വേണം എന്നൊരു ലെസണും കൂടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ പഠിക്കുകയും അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയും നമ്മളത് ഫോളോ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് പിന്നീട് നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സും അബൻഡൻസും സക്സസ്സും ഒക്കെ വരും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ആ ഒരു വ്യക്തി നിങ്ങളും ആ ഒരു വ്യക്തിയുമായി ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും കാര്യങ്ങളും മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യുകയും സോ ഈ ഒരു കാർഡ് നമുക്ക് ആ ഒരു റിയൂണിയൻ അഗെയിൻ ഒരു സൈൻ തരുന്നുണ്ട്. റിയൂണിയന് ചാൻസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ പഴയ ആ ഒരു കണക്ഷൻസ് വീണ്ടും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിയൂണിയന് കാരണമാകും എന്ന് കാണുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. സോ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, അതായത് പാസ്റ്റിലെ ആ ഒരു ട്രോമാസും എല്ലാം വാഷ് ഔട്ട് ചെയ്ത് ഒരു ന്യൂ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഒരു ന്യൂ ഫ്രഷ് ബിഗിനിങ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു മിസ്സിങ് ഫേസ് എത്തും. ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യും. അതിനുശേഷം അതിനെക്കുറിച്ച് നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തോട്ട്സ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ഇൻ ഫ്യൂച്ചറിൽ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്ത് തീരുമാനം എടുക്കണം എന്നറിയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. കാരണം രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്കായിട്ട് വരും ചൂസ് ചെയ്യേണ്ടി. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കാണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അതിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ചാലഞ്ച്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ റീബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലി ബിൽഡ് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആകണം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ വരുന്നൊരു ചാലഞ്ച് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ,
10 of Wands, World card, Temperance, 5 of Cups, Queen of Wands. സോ ഫസ്റ്റ് തന്നെ നമുക്ക് 10 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓവർ ബേർഡൻ നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാരണം നിങ്ങൾ എല്ലാ ഭാരവും കൂടെ നിങ്ങളുടെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ടാണ്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും നിങ്ങളാണ് ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അപ്പോൾ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. സോ ഫസ്റ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ അഡ്വൈസ് പറയുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ഇമോഷണൽ വെയ്റ്റും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാനാണ്. പാസ്റ്റിൽ കാര്യങ്ങളൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്ന് ഒരുപാട് ചിന്തിച്ച് കൂട്ടി ഒരുപാട് വെറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. സോ അതൊന്നും നിങ്ങൾ ഓവർ സ്ട്രെസ്സ് കറൻ്റ്ലി ചെയ്യണ്ട എന്നൊരു മെസ്സേജാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള ബേർഡൻസും കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന് മാത്രം പ്രയോറിറ്റി കൊടുത്താൽ മതി എന്നുള്ളതാണ്. നിങ്ങളുടെ സെൽഫ് കെയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾ മെൻ്റലി സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ്. സെക്കൻഡ് കാർഡ് നമുക്ക് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു കംപ്ലീഷൻ വരാൻ പോകുന്നു എന്നുള്ളതാണ്. സോ അതൊരു പോസിറ്റീവ് സൈൻ പോലെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ തിങ് ഏതാണോ അതിന് ഒരു കംപ്ലീഷൻ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ദ എൻഡ് അതിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആൻഡ് തേർഡ് നമുക്ക് ടെമ്പറൻസ് കാർഡാണ് വന്നിട്ടുള്ളത്. സോ ടെമ്പറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാർഡ് തന്നെയാണ്. നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ സ്റ്റേബിൾ ആക്കുക, നമ്മളുടെ ഈഗോ ലെറ്റ് ഗോ ചെയ്യുക, അതുപോലെ ആങ്കർ, ഒരു ഓവർ ആങ്കർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മളുടെ പ്രവൃത്തികളും നമ്മളുടെ ഇമോഷൻസും ഇതൊക്കെ ഒരു ബാലൻസിൽ നമ്മൾ കൊണ്ടുപോകണം. ക്ഷമ, ഇത് നമ്മൾ പഠിക്കണം എന്ന ഒരു സ്പിരിച്വൽ ലെസണാണ് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ഇമോഷണൽ ലോസിൻ്റെയും ഡിസപ്പോയിൻമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. ആ ഒരു പിക്ചറിൽ കാണാം, ആ ഒരു വ്യക്തിയുടെ മുന്നിൽ 3 കപ്പുകൾ നഷ്ടപ്പെട്ടത് പോയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കപ്പുകളെ നോക്കിയിട്ടാണ് ആ ഒരു വ്യക്തി വിഷമിച്ചിരിക്കുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ പിന്നിലായിട്ട് 2 കപ്സ് ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ വ്യക്തി ഒന്നും തിരിഞ്ഞ് നോക്കുകയൊന്നും ചെയ്യുന്നില്ല. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് മാത്രം ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മളെപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ചും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഉള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഒന്ന് തിരിഞ്ഞ് നോക്കത്തോലുമില്ല. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ്, നമ്മൾ നഷ്ടപ്പെട്ടതിൽ ഫോക്കസ് ചെയ്യാണ്ട് നമ്മളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മളുടെ സെൽഫ് കെയർ, നമ്മളുടെ സെൽഫ് ഗ്രോത്ത്, ഇതിലൊക്കെ വേണം നമ്മൾ ഫോക്കസ് കൊണ്ടുവരേണ്ടത്. സ്റ്റിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന പല കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനുമുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ. ആൻഡ് ഫൈനലി നമുക്ക് ക്വീൻ ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. സോ അതൊരു പവർഫുള്ളായിട്ടുള്ളൊരു കാർഡാണ്. ഫസ്റ്റ് നമുക്ക് ആ ഒരു 10 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ബേർഡനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ, നമുക്ക് പിന്നീട് അതൊരു ക്വീൻ ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ പവറുള്ളൊരു വ്യക്തിയായി നമ്മൾ മാറും അല്ലെങ്കിൽ മാറണം എന്നൊരു മെസ്സേജാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അതായത് നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ എന്താണോ അത് നമുക്ക് നേടാൻ പറ്റും അല്ലെങ്കിൽ നടത്താൻ പറ്റും, അതിനുള്ള കഴിവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കണം. ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്തല്ല, ഉള്ളതിനെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്തൊക്കെ വേണം അതിൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന മെസ്സേജ്. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പവർ കിട്ടുകയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് കോൺഫിഡൻസോടുകൂടി നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു വളരെ മനോഹരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട്. സോ നിങ്ങൾ ആ മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നും മിസ്സ് ചെയ്യരുത്. നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്.
സോ ഇന്നത്തെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.